രണ്ട് പുതിയ വീടുകളിലും ആളുകൾ നിറഞ്ഞിരുന്നു. ഓണമായതുകൊണ്ട് പ്രതീക്ഷ അത്രയ്ക്കില്ലെങ്കിലും അത്യാവശ്യം തിരക്കായി. കൃത്യസമയത്തിന് അച്ഛൻ വന്നു. എല്ലാവരും ആദ്യം അജുവിൻ്റെ വീട്ടിലേക്ക് പോയി. ആദ്യം ആ വീടിൻ്റെ കൂതാശയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞാണ് അജിയുടെ ചടങ്ങുകൾ ഓരോന്നായി തുടങ്ങി. വല്യമ്മച്ചിയാണ് പാലുകാശൻ വെച്ചത്. ലില്ലിക്കുട്ടിയോടും ഒത്തിരി പറഞ്ഞുവെങ്കിലും അവൾ സമ്മതിച്ചില്ല. വല്യമ്മച്ചിയാണ് ചെയ്യേണ്ടതെന്ന് നിർബന്ധം പറഞ്ഞു അവൾ. ലില്ലിക്കുട്ടിയുടെ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. നെല്ലിക്കാട്ടിലെ നല്ല മരുമകളായിരുന്നു ഇതിനോടകം അവൾ. അത് കഴിഞ്ഞ് മറ്റേ വീട്ടിലെയും ചടങ്ങ് നടത്തി. അവിടെയും വല്യമ്മച്ചി ലിസിമേമയും ആൻമേരിയും കൂടിയാണ് പാലുകാച്ചൽ ചെയ്തത്. ചന്ദനയും അവരോടൊപ്പം കൂടി. മേരി ചേച്ചിയുടെയും ചിറ്റയുടെയും കയ്യിലായിരുന്നു മക്കൾ. സോഫിയും മക്കളും വന്നപ്പോൾ ചന്ദന അവരുമായി സംസാരിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പായി എല്ലാവരും. നെല്ലിക്കാട്ടിലെ തറവാടിന് ഇരുവശത്തായി ഉയർന്നു നിൽക്കുന്ന രണ്ട് പുതിയ വീടുകൾ. കാഴ്ചയിൽ ഇരു വീടുകളും ഒരുപോലെയാണ്. മുറ്റത്താകെ ഒരുക്കിയിരിക്കുന്ന വലിയ പന്തലിലാണ് ഭക്ഷണം കഴിക്കാൻ ഇരിപ്പിടം ഒരുക്കിയിരുന്നത്. നാടൻ ഓണസദ്യയും നോൺ വെജ് ഐറ്റംസും ഉണ്ടായിരുന്നു. കല്യാണ തിരക്കിലായതുകൊണ്ട് ജഗനും ഗോപാലിനും മാത്രമാണ് വന്നത്. ഞായറാഴ്ചയാണ് ജഗന്റെ വിവാഹം. എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് ഓരോരുത്തരായി പിരിയാൻ തുടങ്ങി. വൈകിട്ടോടെ അടുത്ത ബന്ധുക്കൾ മാത്രമായി. സൂസി അമ്മച്ചിയും അപ്പച്ചനും ബിനുവും അജുവിൻ്റെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. അലോഷിയോടും അന്നവിടെ നിൽക്കാൻ പറഞ്ഞെങ്കിലും മക്കൾ വാശി പിടിച്ചതുകൊണ്ട് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അജിയുടെ വീട്ടിൽ ആൻമേരിയുടെ വീട്ടുകാരും അജിയും ലിസിമേമയും ജോണി പാപ്പനും ചാരുമോളും ജീനുവും എല്ലാവരും ഒരുമിച്ച് കൂടി. വല്യപ്പച്ചനും വല്യമ്മച്ചിയും ടോണി ഇളയപ്പനും വിമല ആൻറ്റിയും ടീച്ചയും നെല്ലിക്കാട്ടിലെ തറവാട്ടിൽ നിന്നും. അലോഷി വൈകിട്ടത്തെ ഭക്ഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകും. അതായിരുന്നു തീരുമാനം. മക്കൾ കൈമാറിയെടുത്തത് കൊണ്ടാവാം രണ്ടുപേരും രാത്രിയാകുമ്പോഴേക്കും കരച്ചിൽ തുടങ്ങി. വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്നായി ചന്ദനയ്ക്കും. രാത്രി എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് മക്കളെ പേരിൽ ചെയ്യണമെന്ന് ആ കാര്യം ഉന്നയിച്ചത് ചാരു. അതിന് എങ്ങനെ ചെയ്യുമെന്നാണ്? പള്ളിയിൽ വെച്ചാണ് സാധാരണ നമ്മുടെ ചടങ്ങ് നടത്തുക. അതിനാദ്യം ചന്ദന മാറണം. അതൊന്നും നടക്കാതെ മക്കളുടേതായി നടത്തില്ല. പിന്നെ അല്ലുവിനും താല്പര്യമില്ലല്ലോ. ഇപ്പം തോന്നിയ പേര് വിളിച്ച് നടക്കുകയാണവർ. എന്ത് ചെയ്യാനാ? വല്യമ്മച്ചി നിരാശയോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അലോഷി, അതെന്തിനാ ഇപ്പം ഇവിടെ പറഞ്ഞത് എന്ന മട്ടിൽ ചാരുവിനെ നോക്കി. ഇച്ചു, ഏട്ടത്തിക്ക് ഒരു സമ്മതക്കുറവുമില്ല പള്ളിയിലേക്ക് വരാൻ. അതുകൊണ്ട് പള്ളിയിൽ വെച്ച് ചടങ്ങ് നടത്താൻ ഏട്ടത്തിക്ക് താല്പര്യക്കുറവില്ല. അതിൻ്റെ കാര്യങ്ങൾ എന്നതാ വേണമെന്ന് വെച്ചാൽ ചെയ്യണം. ചാരു അലോഷിയെ നോക്കി പറഞ്ഞപ്പോൾ അവൻ ചന്ദനെ ആദ്യം കാണുന്നതുപോലെ നോക്കി. അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് ചാരുവിനോട് പറഞ്ഞത്. എൻ്റെ അമ്മച്ചി ഞങ്ങളെ രണ്ടുപേരെയും പ്രാർത്ഥിക്കാനും പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാനും ചേച്ചിയും അമ്മച്ചിയുടെ കൂടെ പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ എല്ലാവരും വിശ്വസിക്കുന്നത് ഒരേ ശക്തി എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മക്കൾ ഈ നെല്ലിക്കാട്ടിലെ മറ്റുള്ളവരെ പോലെ തന്നെ വളരണം. എൻ്റെ ഇച്ഛായനെ പോലെ അവരും താഴെയുള്ളവർക്ക് മാതൃകയായി വേണം വളരാൻ. അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ തന്നെ അവർ മുന്നോട്ട് പോകട്ടെ, നെല്ലിക്കാടിൻ്റെ അന്തസ്സിനോടൊപ്പം. ചന്ദന പറഞ്ഞു കേട്ടപ്പോൾ എല്ലാ മുഖങ്ങളിലും ആശ്വാസം നിറഞ്ഞു. ആരും നിർബന്ധിക്കാതെ തന്നെ അവൾ സ്വയം കണ്ടറിഞ്ഞ് തീരുമാനം എടുത്തിരിക്കുന്നു എന്നതായിരുന്നു എല്ലാവർക്കും ഏറെ സന്തോഷത്തിന് കാരണമായത്. ചന്ദന, നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? അലോഷി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് അഭിമുഖം നിന്നുകൊണ്ട് ചോദിച്ചു. അതെ, നമ്മുടെ മക്കൾ ആപ്പയെ പോലെ തന്നെ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഒറ്റപ്പെടും ഈ തറവാട്ടിൽ ഇന്നല്ലെങ്കിൽ നാളെ. കാരണം ഇനിയും ഇവിടെ മരുമക്കൾ വന്ന് കയറാനുണ്ട്. അവരെല്ലാം ഒരേ വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ ഞാനും എൻ്റെ മക്കളും മാത്രം ഒറ്റപ്പെടും. അത് പാടില്ല. ആലോഷിയുടെ വലത് കൈയിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ. ചന്ദന ആത്മവിശ്വാസത്തോടു കൂടിയാണ് അതൊക്കെ പറയുന്നതെന്ന് മനസ്സിലായി അവനെങ്കിലും ചന്ദന അതപ്പോൾ പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു അലോഷി. വീട്ടിലെ ഓരോ ചടങ്ങുകളിലും താൻ ഒറ്റപ്പെടും എന്ന് തോന്നലാണ് അവളുള്ളിൽ എന്നവന് മനസ്സിലായി. ചെറുപ്പത്തിൽ അമ്മയോടൊപ്പം പള്ളിയിലും മറ്റും പോയിരുന്നുവെങ്കിലും വളരെ ചെറുപ്പത്തിലെ അപ്പനും അമ്മയും മരിച്ചതിന് ശേഷം പിന്നീട് തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ചന്ദനയും നന്ദനയും വളർന്നു വന്നത്. പാലക്കാട് തികച്ചും അവരുടെ ജീവിതം മാറ്റിമറിച്ചു. കൽപ്പാത്തി തെരുവും ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട അച്ഛൻ്റെ ഫാമിലിയും രണ്ടുപേരെയും ഏറെ സ്വാധീനിച്ചതുകൊണ്ടാണ് പിന്നീടുള്ള അവരുടെ വിശ്വാസം അതിലേക്ക് മാറ്റപ്പെട്ടത്. അതിനുള്ള ഉത്തമ തെളിവാണ് ചന്ദന ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന അവളുടെ കുഞ്ഞു കണ്ണൻ്റെ വിഗ്രഹം. അതവൾ എത്രമാത്രം വിശുദ്ധിയോടെയും പ്രാർത്ഥനയോടും കൂടിയാണ് കാണുന്നത് എന്ന് തനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. എല്ലാം അറിഞ്ഞു വെച്ച് തനിക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് ചന്ദന നടത്തുന്നത് എന്ന് മനസ്സിലായി അലോഷിക്ക്. അവൻ്റെ മുഖം ചുവന്നു.
പെട്ടെന്നുള്ള അവൻ്റെ ഭാവവ്യത്യാസം ഭയപ്പെടുത്തിയെങ്കിലും ചന്ദന അവനെ നോക്കി നേർമയായി പുഞ്ചിരിച്ചു. ചന്ദന, ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമ്മുടെ മക്കളാണിവർ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇവർക്ക് വളരാൻ ഒരു സമുദായത്തിൻ്റെയും ലേബൽ ആവശ്യമില്ല. മനുഷ്യരായാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. പല സഭകളും വിശ്വാസങ്ങളും എല്ലാം ചെന്നെത്തുന്നത് ഒരേ ഒരു വിശ്വാസത്തിൽ തന്നെയാണ്. എൻ്റെ മക്കൾക്ക് വളരാൻ ഒരു സമുദായത്തിൻ്റെയും ആവശ്യവുമില്ല, പിൻബലവും ആവശ്യമില്ല. അവർ മനുഷ്യജാതിയെ വളരട്ടെ. അവർക്ക് അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ തോന്നുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ. സർട്ടിഫിക്കറ്റിൽ അവരുടെ പേര് ഒരു മതത്തെയും പ്രതിനിധീകരിക്കുന്നതാകില്ല. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ ഒരു മതത്തിൻ്റെയും ചട്ടക്കൂടിൻ്റെ ആവശ്യമില്ല. നമ്മൾ കണ്ടതാണ്, പല പ്രതിസന്ധി ഘട്ടത്തിലും ജാതി മതഭേദമന്യേ എല്ലാവരും ഒരേ കുടക്കീഴിൽ കഴിഞ്ഞത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരും ജാതിയും മതമോ ചോദിക്കാറില്ല. രക്ഷപ്പെടുത്താൻ ഒരു കച്ചിത്തിരുമ്പ് ആരാണ് ഇട്ടുകൊടുക്കുന്നത്, അതിൽ പിടിച്ചങ്ങ കയറും. അവിടെ ജാതിയും മതവും നോക്കിയല്ല മനുഷ്യർ സഹായിക്കുന്നത്. എൻ്റെ മക്കൾ മനുഷ്യരെ അറിഞ്ഞ് സഹായിച്ച് വളരേണ്ടവരാണ്. ഒരു ചട്ടക്കുഴലിലും ഒതുക്കി നിൽക്കേണ്ടവരല്ല അവർ. നമുക്ക് മുകളിൽ കാണുന്ന ആകാശവും താഴെ കാണുന്ന ഭൂമിയും പോലെ എൻ്റെ മക്കളും എല്ലാവർക്കും കൈത്താങ്ങാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അമ്പർ ആകാശമെന്ന് അർത്ഥം വരുന്ന പേര് എൻ്റെ മകനും ഭൂമി എന്ന് എൻ്റെ മകൾക്കും പേരിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവനെ നമുക്ക് അമ്പു എന്ന് വിളിക്കാം, ഇവളെ അമ്പി എന്ന് വിളിക്കാം. സർട്ടിഫിക്കറ്റിൽ മാത്രം അമ്പറും ഭൂമിയുമായിരിക്കും ഇവർ. ആലോഷി പറഞ്ഞു കേട്ട് എല്ലാവരും പകച്ച് അവനെ നോക്കി. ഇച്ചു, ഏട്ടത്തിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിലക്കുന്നത്? ആരും ചോദിക്കാതിരുന്നപ്പോൾ ചാരുവാണ് ചോദ്യം ചോദിച്ചത്. ഈ ആലോഷി വിവാഹം ചെയ്യേണ്ടി വന്നതിൽ മോളെ, നിന്റെ ഏട്ടത്തിക്ക് ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് ഇച്ചാൻ ഈ തീരുമാനമെടുത്തത്. എൻ്റെ മക്കളിപ്പോൾ ഒന്നും അറിയാതെ വളരട്ടെ. അവർ വലുതായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ. ഇതേപോലെ തന്നെ തുടരും എല്ലാം. ഒരാൾ വിചാരിച്ചാൽ മാറ്റിമറിക്കാൻ കഴിയില്ല ഈ സമൂഹം. എന്നാൽ ഇതുപോലെ ഓരോരുത്തരും മാറി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. നമുക്ക് ചുറ്റും നടക്കുന്ന മതപരമായ കലാപങ്ങൾ വിശ്വാസം ഒന്നിനെയും ഹനിക്കാൻ പാടുള്ളതല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വിശ്വാസം എൻ്റേത് മാത്രമാണ്. നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. അതുപോലെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ രക്ഷയ്ക്കാണ്. അതുപോലെ തന്നെ അവളുടെ വിശ്വാസം അവളെയും രക്ഷിക്കും. എൻ്റെ മക്കൾക്ക് ബുദ്ധിയും ബോധവും തെളിയുന്ന സമയത്ത് അപ്പം എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാലോ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാലോ ഞാൻ അവരെ വിലക്കില്ല. അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ അവർ കുഞ്ഞുങ്ങളായി വളരട്ടെ, മനുഷ്യരെ സ്നേഹിക്കുന്ന പൈതങ്ങളായി വളരാൻ കഴിയട്ടെ. ഇനി ആരും ഇതിനെക്കുറിച്ച് സംസാരം വേണ്ട. അപ്പോൾ ഔദ്യോഗികമായി എൻ്റെ മക്കളുടെ പേരിടൽ കർമ്മവും ഇന്നത്തെ ദിവസം നടന്നു കഴിഞ്ഞു. ആകാശവും ഭൂമിയും അവർ അതുപോലെ വിശാല മനസ്കരായി വളരട്ടെ, എൻ്റെ പ്രാണനും ജീവനും. അലോഷി പറഞ്ഞു കേട്ടപ്പോൾ ചന്ദനയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. തികച്ചും മനസ്സോടുകൂടി അല്ലെങ്കിലും ഇന്നിവിടെ എല്ലാവരും ഒരേ വിശ്വാസത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ താൻ മാത്രം ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊരു കാര്യം തീരുമാനിച്ചത്. പക്ഷെ തൻ്റെ കണ്ണനോടുള്ള അമിത വിശ്വാസം അവസാനിപ്പിക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതാണ് ഇപ്പോൾ ഇച്ചാൻ മനസ്സറിഞ്ഞ് പറഞ്ഞത്. തന്നെക്കാൾ ഭാഗ്യവതിയായി ഒരു പെൺകുട്ടിയും ഉണ്ടാകാൻ സാധ്യതയില്ല. തൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഭർത്താവ് ഏതൊരു പെൺകുട്ടികളും ആഗ്രഹിച്ചു പോകുന്നതാണ്. പക്ഷെ ആഗ്രഹിക്കുന്നത് ഒന്നും നടക്കാറില്ല. തന്നെ സംബന്ധിച്ച് ആ കാര്യത്തിൽ ഭാഗ്യവതിയാണ്. അച്ഛനും അമ്മയും ഇല്ലെന്ന ദുഃഖം പോലും മറന്നു പോകുന്നത് ഇച്ചാൻ്റെ സ്നേഹത്തിന് മുന്നിലാണ്. പകരം വയ്ക്കാനില്ലാത്ത സ്നേഹത്തിന് മുന്നിൽ ചന്ദന അവനെ നോക്കി അറിയാതെ കൈകൂപ്പിപ്പോയി. അവളുടെ മാനസികാവസ്ഥ മനസ്സിലായതുകൊണ്ട് തന്നെ അലോഷി അവളെ വലത് കൈകൊണ്ട് ചേർത്ത് തന്നോട് അടുപ്പിച്ചു നിർത്തി. ചന്ദന, നിനക്കിപ്പോൾ ഇങ്ങനെ പറയാൻ തോന്നിച്ച കാണാം. എന്ത് തന്നെയായാലും ഞാൻ അതേക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിനെപ്പറ്റി ഒരു സംസാരമോ ചർച്ചയോ വേണ്ട. നമ്മുടെ മക്കൾ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരായി വളരട്ടെ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അലോഷി അവളുടെ നെറ്റിയിൽ അതിരം അമർത്തി. അവളുടെ മിഴികൾ വലത് കൈ കൊണ്ട് തുടച്ചു അവൻ. നിന്റെ ഈ കണ്ണുകൾ ഒരിക്കലും നിറയരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഈ കണ്ണുനീരിന് മുന്നിൽ മാത്രമാണ് അലോഷി തോറ്റു പോകുന്നത്. എൻ്റെ കണ്ണുകൾ അന്ന് നിറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ നീ തുടച്ചു തന്നതിൽ നിന്നാണ് ഇന്ന് കാണുന്ന സാമ്രാജ്യം അലോഷി തിരികെ പിടിച്ചത്. അന്ന് നിന്റെ പുഞ്ചിരിയിൽ നിന്നാണ് അലോഷി ഒന്നുമില്ലാത്ത ഇടത്തു നിന്നും തുടങ്ങിയത്. നിന്റെ മുഖത്തെ പുഞ്ചിരി ഒരിക്കലും മായില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ നിസ്സാരക്കാരത്തിന് നിന്റെ കണ്ണുകൾ നിറയരുത്. നീ ആടമുന്നിലും ഒറ്റപ്പെടില്ല. എൻ്റെ ചങ്കിലെ അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ ആ പിടപ്പ് നിന്നാലും നമ്മുടെ മക്കളുണ്ടാകും നിന്റെ കൂട്ടിന്. അല്ലെങ്കിൽ നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ പോകില്ല. ഞാൻ പോകുമ്പോൾ നീയും എൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക്. മീശയുടെ അറ്റം പിരിച്ച് അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് കള്ളച്ചിരി ഉണ്ടായിരുന്നു. ആ ചിരി ചന്ദനയിലും പകർന്നു. അതുകൊള്ളാം, ഇച്ചാൻ്റെ ആഗ്രഹം കൊള്ളാലോ ഏട്ടത്തി. അങ്ങേരി പോവുകയാണെങ്കിൽ ഏട്ടത്തെയും കൊണ്ടേ പോകുമെന്ന് ജിന് കൈകൊട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ എല്ലാവരും കൂട്ടച്ചിരി മുഴക്കി. മക്കളെ,
നിങ്ങളുടെ തീരുമാനമാണ് ശരി. എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നെ ചന്ദ്രമോളുടെ ഈ തറവാട്ടിൽ നിന്നെ ആരും ഒറ്റപ്പെടുത്തില്ല കേട്ടോ. എൻ്റെ മോൾ അതോർത്ത് പേടിക്കണ്ട. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയൊരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അല്ലുവിൻ്റെ ചുറ്റും അവൻ്റെ അനിയന്മാരും അനീതിയുണ്ട്. കൂടാതെ ഞങ്ങളും. നീയും ഞങ്ങളിൽ ഒരുവളാണ്. എൻ്റെ മോൻ്റെ മക്കളും ഈ വീട്ടിലെ കുഞ്ഞുങ്ങളാണ്. ആ ചിന്തയൊന്നും എൻ്റെ മോൾക്ക് വേണ്ട. വല്യമ്മച്ചി എഴുന്നേറ്റ് വന്ന് ചന്ദനയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് നെറ്റിയിൽ ഉമ്മ വെച്ചു പറഞ്ഞു. ചന്ദന അവരെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു. ആലോഷി പറഞ്ഞതുപോലെ തന്നെ പിന്നീട് അതേപ്പറ്റി സംസാരിച്ചില്ല ഇരുവരും. ഗോപാലിൻ്റെ വീട്ടിൽ കല്യാണത്തിന് തിരക്കുകൾ തുടങ്ങി. വലിയ ഓഡിറ്റോറിയം തന്നെയാണ് ബുക്ക് ചെയ്തിരുന്നത്. പ്രവീണയ്ക്ക് ആവശ്യമായി സ്വർണമെല്ലാം ജഗനും പ്രവീണയും അമ്മയും ഗോപാലും പ്രവീണയുടെ അമ്മയും അച്ഛനും കൂടി പോയാണ് എടുത്തത്. അവർക്കൊന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ലെന്ന് നിർബന്ധമായിരുന്നു ജാനിക്ക്. എല്ലാവരെയും വിവാഹത്തിന് പ്രത്യേകം ക്ഷണിച്ചു. വീടിൻ്റെ മുറ്റത്ത് പന്തലുയർന്നു. ആലോഷിയും ചന്ദനയും മക്കളും വിവാഹത്തിന് പോകാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. ചന്ദനയ്ക്ക് 40 ആയിട്ടില്ലെങ്കിലും തലേ ദിവസം പോയി വരാനാണ് തീരുമാനിച്ചത്. ജാനിക്ക് മക്കളെ കാണിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമായിരുന്നു ആലോഷിക്ക്. വിമല ഒരാഴ്ച മുൻപ് തന്നെ ചേച്ചിയുടെ സഹായത്തിന് പോയി. കാത്തിരുന്ന ദിവസം വന്നെത്തി. കല്യാണത്തിന് തലേ ദിവസം ചന്ദനയും മക്കളും ഒരുങ്ങി. മേരി ചേച്ചിയും ചിറ്റയും അവിടെ കൂടെ പോയി. പ്രത്യേകം അവരെയും ക്ഷണിച്ചിരുന്നു വിവാഹത്തിന്. ജാനി മക്കളെ കണ്ട് നിറക്കണ്ണുകളോടെ അവരെ എടുക്കാനാഞ്ഞു. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ചന്ദനയ്ക്ക് അവളുടെ ഇരിപ്പ് കണ്ട് സങ്കടം തോന്നി. ആലോഷി മകനെ അവളുടെ മടിയിൽ വെച്ചു കൊടുത്തു. ജാനി കുറെ എന്തൊക്കെയോ മകനോട് സംസാരിക്കുന്നുണ്ട്. ആലോഷിയോട് മകനെ ഒന്ന് ഉയർത്താൻ പറഞ്ഞു അവൾ. അവൻ മുട്ടുകുത്തി അവളെ മുന്നിലിരുന്ന് മകനെ ഉയർത്തിപ്പിടിച്ചു. മകൻ്റെ ശിരസിലും കവളിലും മാറി മാറി ഉമ്മ വെച്ചു ജാനി. അലു, ഇവൻ നിന്നെപ്പോലെ കുറുമ്പനാണ് കേട്ടോ. എന്നാലും സ്നേഹമുള്ളവനാ. ഇനി എൻ്റെ മോളെ കൊണ്ടുവാ. ജാനി സന്തോഷത്തോടെ ചന്ദനയെ നോക്കി. ചന്ദന മോളെ എടുത്ത് അവളുടെ അടുത്തേക്ക് വന്നു. ആലോഷി മോനെ എടുത്ത് മാറി നിന്നു. അതുപോലെ തന്നെ ചന്ദനയും മോളെ അവളുടെ മടിയിൽ വെച്ചു കൊടുത്തു. മോളെയും കുറെ എന്തൊക്കെയോ പറഞ്ഞ് കളിപ്പിച്ച് ജാനി. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ചന്ദനയ്ക്ക് മനസ്സ് വിങ്ങുന്നത് പോലെ തോന്നി. താൻ തട്ടിപ്പറിച്ചെടുത്ത നിധിയുടെ യഥാർത്ഥ ഉടമസ്ഥയാണ് ഈ വീൽ ചെയറിൽ നടക്കാൻ കഴിയാതിരിക്കുന്നത് എന്ന ചിന്ത അവളുടെ മനസ്സിനെ അലട്ടി. അവളുടെ ഭാവമാറ്റം ശ്രദ്ധിക്കുകയായിരുന്നു ആലോഷി. അപ്പോൾ ആലോഷി മോനെ മേരി ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. ജാനിയുടെ മടിയിലിരിക്കുന്ന മോളെ എടുത്തു അവൻ. അലു, മോൾ ചന്ദനയെ പോലെയാണ് കേട്ടോ. ധൈര്യമില്ല. ജാനി അതും പറഞ്ഞ് ചിരിച്ചു. അവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കാൻ തോന്നി ആലോഷിക്ക്. ജാനി വല്ലാത്തൊരു ഭാവത്തിലാണെന്ന് മനസ്സിലായിരുന്നു അവന്. ജാനിയുടെ മനസ്സിൽ എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല അവന്. കല്യാണ വീട്ടിൽ ആളുകളും ബഹളവും തുടങ്ങിക്കഴിഞ്ഞു. ചന്ദനയും മക്കളെയും ഒരു റൂമിൽ എത്തി നിർമ്മല. വിമലയും അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ജാനി ആലോഷിയെ വിളിച്ചു. അലു, നീ എനിക്കൊരു വാക്ക് തന്നിരുന്നു. അതിന് അധിക സമയം കാത്തിരിക്കാൻ വയ്യ. നാളെ വിവാഹം കഴിഞ്ഞ് അധികം താമസിക്കാതെ ഒരു ദിവസം നീ എന്നെ കൊണ്ടുപോകണം ആ പുഴക്കരയിലേക്ക്. അവിടെ എനിക്ക് നിന്റെ തൊഴിൽ ചാരിയൊന്നിരിക്കണം. അധിക സമയമൊന്നും വേണ്ട, കുറച്ച് സമയം. നീ എനിക്ക് വാക്ക് തന്നതാണ്. പ്രതീക്ഷയുടെ ജാനി നോക്കി അവനെ. ആലോഷിയുടെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി. അവളുടെ ഭാവത്തിന് എന്തോ ഒരു വ്യത്യാസം. കണ്ണുകളിൽ അപ്പോഴും അടങ്ങാത്ത പ്രണയത്തിൻ്റെ തിരി അണയാതെ കത്തുന്നത് അവൻ കണ്ടു. തൊട്ടടുത്ത മുറിയിൽ ഇതൊന്നും അറിയാതെ കുഞ്ഞുങ്ങളെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദന. ജാനി അപ്പോഴും അവനെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലോ, ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? അവളുടെ ചോദ്യം അവനെ കാട് കയറി ചിന്തകളിൽ നിന്ന് ഉണർത്തി. ജാനി, പറ, എന്താ നിന്റെ മനസ്സിൽ? നീ കാണിക്കുന്ന സ്നേഹമൊക്കെ അഭിനയമാണോ? ആലോഷിയുടെ കണ്ണുകൾ കുറുകെ ചുവന്നു. അവൻ്റെ മുഖത്തെ അഗ്നി ചുവപ്പ് നോക്കി ഒരു നിമിഷം മിണ്ടാതിരുന്നു അവൾ. പിന്നെ അവളുടെ മുഖത്ത് പരിഹാസച്ചിരി വിരിഞ്ഞു. ആദ്യം പുഞ്ചിരിയിൽ തുടങ്ങിയെങ്കിലും പിന്നെ അവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ മാറ്റം അവനെ അമ്പരപ്പിച്ചു. അല്ലോ, ആർക്കും ഈ ജാനകിയെ മനസ്സിലാവില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ മനസ്സിലാക്കാറില്ല എന്നെ. നീ പറ, എന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നമ്മുടെ ബാല്യകാലത്തേക്ക് ഒരിക്കൽ കൂടി ഒരു യാത്ര കൂടെ നീ വേണം എൻ്റെ അരികിൽ. ഇനിയും ഒരുപാട് കാലം നീയും ചന്ദ്രയും മക്കളും സുഖമായും സന്തോഷത്തോടെയും കഴിയണം. അതിൽ നിന്ന് കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നീ സമ്മതിച്ചതുമാണ്. മനസ്സിലെന്തോ തീരുമാനിച്ചിട്ടുണ്ട് അവളെന്ന് മനസ്സിലായി അവന്. വാക്ക് കൊടുത്തതുമാണ് കൊണ്ടുപോകാമെന്ന്. ഇനി മാറ്റി പറയാൻ കഴിയില്ല. ശരി, ഞാൻ കൊണ്ടുപോകാം നിന്നെ. പക്ഷെ നമ്മൾ എവിടേക്കോ അന്ന് പോയിരുന്നുവോ അന്നൊക്കെ മോഹൻ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, ഹൈസ്കൂൾ കാലഘട്ടം വരെ. അതുകൊണ്ട് അവനും കൂടെ കാണും. നീ പറഞ്ഞു, ദിവസം ഞാനും അവനും വരാം, ഓക്കെ? പറഞ്ഞുകൊണ്ട് ആലോചിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവൻ നടന്നു പോകുന്നത് ദേഷ്യത്തിൽ നോക്കിയിരുന്നു ജാനി. മോഹൻ, അവൻ വേണ്ട. നീ അവനെ എന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാം. നടക്കില്ലല്ലോ.
ഈ ജാനി ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിന്നെയാണ്, നിന്നെ മാത്രം. അവളുടെ മനസ്സിൽ ഓർമ്മകളുടെ തിരമാലകൾ വീശിയടിച്ചു. ഓർമ്മ വെച്ച നാൾ തൊട്ട് അല്ലുവായിരുന്നു കൂടെ എല്ലാത്തിനും. കളിക്കൂട്ടുകാരിൽ നിന്നും വല്ലാത്തൊരു ആത്മബന്ധം അവനിലേക്ക് വളരുന്നത് അറിഞ്ഞുവെങ്കിലും മനഃപുറം നുള്ളിക്കളയാനായില്ല. അപ്പോഴേക്കും അല്ലു തൻ്റെ മനസ്സിൽ വേരുറച്ചു കഴിഞ്ഞിരുന്നു. സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിലേക്ക് വഴിമാറിയ ബന്ധം ആരോടും പറയാതെ മനസ്സിൽ താഴിട്ട് പൂട്ടി. അറിഞ്ഞാൽ നീയുള്ള സൗഹൃദവും ഉപേക്ഷിച്ചു പോകുമെന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം സന്ദർഭവും നോക്കി പറയാമെന്ന് കരുതി. അപ്പോഴേക്കും കുടുംബക്കാർ തമ്മിൽ പ്രശ്നമായി. പിന്നീട് എല്ലാം ഒരു നിമിത്തം പോലെ സംഭവിച്ചു. ഒടുവിൽ കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ നശിപ്പിച്ച് കളയാൻ മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെയാണ് അന്നും അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ. പക്ഷേ ലക്ഷ്യം കൊണ്ടത് ചന്ദനയ്ക്കായിരുന്നു. തനിക്ക് കിട്ടിയില്ലെങ്കിൽ അവൾക്കും കിട്ടണ്ട എന്ന വാശി. പക്ഷെ എത്ര പറഞ്ഞാലും നിന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്കാകില്ല. ഈ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വരും ജന്മങ്ങളിലെങ്കിലും നീ എൻ്റേത് മാത്രമായിരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പ്രണയം ഒന്നിൽ നിന്ന് തുടങ്ങി മറ്റൊന്നിൽ അവസാനിക്കുന്നതല്ല. ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിലും തൻ്റെ സ്വന്തമെന്ന് കരുതി പ്രണയിക്കുന്നവരുമുണ്ട്. ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞിട്ടും ഭ്രാന്തമായി പ്രണയിക്കുന്നവർ. ഞാനും അവരിൽ ഒരുവളാണ്. നീ അറിഞ്ഞാലും ഇല്ലെങ്കിലും നീ ഇല്ലാതെ മറ്റൊരാളില്ല ഈ ജാനിയുടെ മനസ്സിൽ. അവളുടെ അത്തരത്തിൽ ഒരു പാട്ടിൻ്റെ ഈരടികൾ തത്തിക്കളിച്ചു. അവൾ പതിയെ കണ്ണുകൾ ചേർത്തടച്ച് വീൽ ചെയറിൽ ചാരിക്കിടന്നു. അവളുടെ ഇരു കണ്ണുകളും മുഴുകിയിറങ്ങി. കവിളിണകളെ ചുംബിച്ചുകൊണ്ട്